എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നോമ്പ് തുറക്ക് നല്ല വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. എത്ര കഴിച്ചാലും മതി വരാത്ത, വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കിയാലോ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് നല്ലൊരു സ്നാക്ക് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള മാവൊന്ന് കുഴച്ച് പൊങ്ങാനായിട്ട് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് 2.5 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 150 ml കപ്പിന് 2.5 കപ്പ് മൈദയാണ് എടുത്തത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടേബിൾ സ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു മുട്ട കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. മുട്ട ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ആവശ്യത്തിന് ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കാം. ചെറു ചൂടുള്ള വെള്ളം തന്നെ എടുക്കുക. ഒരുപാട് ചൂട് കൂടാനും പാടില്ല, തീരെ ചൂടില്ലാണ്ടും ആവരുത്. ആ ഒരു ലെവലിലുള്ള വെള്ളം എടുത്തിട്ട് നല്ലതുപോലെ കുഴച്ച് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കണം. ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ടാണ് ഈ ഒരു മാവ് വേണ്ടത്. അപ്പോൾ ആ ഒരു ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. എനിക്ക് ഈ മാവ് കുഴക്കാനായിട്ട് 1 കപ്പ് വെള്ളമാണ് കേട്ടോ വേണ്ടി വന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. മാവെല്ലാം ഒന്ന് കൂട്ടിക്കുഴച്ചതിന് ശേഷം ഇതുപോലെ കയ്യിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവത്തിലാവുന്ന സമയത്ത് 2 ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നതിനുള്ള പ്രശ്നം അങ്ങ് പോയി കിട്ടിക്കോളും. അപ്പോൾ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് മാവ് കുഴച്ചെടുക്കേണ്ടത്. അത്യാവശ്യം നല്ലതുപോലെ തന്നെ കുഴച്ച് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കണം കേട്ടോ. എന്നാലാണ് നല്ല ബന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ കുഴച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് 1/2 ടീസ്പൂണോളം ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് കവർ ചെയ്ത് പൊങ്ങി ഡബിൾ സൈസായി വരാനായിട്ട് മാറ്റി വെക്കാം. 1.5 മണിക്കൂർ കൊണ്ട് പൊങ്ങി ഡബിൾ സൈസായി വന്നോളും. ചൂടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ 1/4 മണിക്കൂർ 1 മണിക്കൂറിനുള്ളിൽ തന്നെ പൊങ്ങി കിട്ടും. തണുപ്പുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ 1.5-2 മണിക്കൂറൊക്കെ ആവും. മാവ് പൊങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, കുറച്ച് ലെമൺ പിഴിഞ്ഞ് കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കുക, 3 ടീസ്പൂൺ കോൺഫ്ലോർ, 1 മുട്ട ബീറ്റ് ചെയ്തിട്ട് അതിൻ്റെ പകുതി ഒഴിച്ച് കൊടുക്കുക. കുറച്ചല്ലേ ചിക്കനുള്ളൂ, അപ്പോൾ പകുതി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ചിക്കനെല്ലാം നല്ലതുപോലെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10-15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ 15 മിനിറ്റിന് ശേഷം ഞാൻ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ചെറിയ ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ മറിച്ചിട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് മിക്സ് ആക്കിയിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ആക്കി ഇത് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇതിന് ചില്ലി ചിക്കൻ മസാലയാണ് കേട്ടോ റെഡിയാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല റെഡിയാക്കി എടുക്കാം. പക്ഷേങ്കിൽ ചില്ലി ചിക്കൻ മസാല അടിപൊളി രുചിയാണ്. ചിക്കനെല്ലാം മിക്സ് ചെയ്ത് ഇതുപോലെ അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് 3 എടുത്തിന്. വലുതാണെങ്കിൽ 1 എടുത്താലും മതി. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി അതിൽ കിടന്നിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം കട്ട് ചെയ്തത്, പിന്നെ ഒരു 2-3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. ചെറിയ സവാളയാണെങ്കിൽ 2 എടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. സവാളയും ക്യാപ്സിക്കവും ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം സോയാ സോസും 1.5 ടേബിൾ സ്പൂണോളം ചില്ലി ഗാർലിക് സോസും ചേർത്ത് കൊടുക്കാം. ചില്ലി ഗാർലിക് സോസ് കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കെച്ചപ്പ് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ കുഴച്ച് വെച്ച മാവെല്ലാം പൊങ്ങി ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നന്നായിട്ട് പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ പ്ലാസ്റ്റിക് റാപ്പൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം.
ചെറുതായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് മാവ് എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ എടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒന്ന് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കയ്യിൽ കുറച്ച് മൈദ ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ആ മാവിൻ്റെ മുകളിലും കുറച്ച് മൈദ ആക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി ഷേപ്പാക്കി കൊടുക്കാം. ഈ ഒരു ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം. ഇത് നല്ലൊരു സമൂൻ ബന്നുണ്ടല്ലോ, ആ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക ഫ്രൈ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ആക്കിയെടുത്താൽ മതി. ഉരുളകളാക്കിയിട്ട് ബന്നിൻ്റെ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെയും ആക്കിയെടുക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു രീതിയിലാണ് ആക്കിയെടുത്തത്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ കുറച്ച് മൈദ തൂക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ളത് മുഴുവനും ഇതുപോലെ റെഡിയാക്കി എടുക്കാം. കുറച്ച് മാവ് എടുക്കുക, എന്നിട്ട് ഉരുട്ടിയതിന് ശേഷം ഇതുപോലെ ഷേപ്പാക്കി എടുക്കുക. ഒട്ടിപ്പിടിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മൈദ കയ്യിൽ ആക്കി കൊടുത്താൽ മതി. ഒരുപാട് ടൈറ്റായിട്ടുള്ള മാവല്ല നമുക്ക് വേണ്ടത്, ഇതുപോലെ കുറച്ചൊന്ന് ലൂസായിട്ടുള്ളത് തന്നെയാണ് വേണ്ടത്. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുമ്പോൾ അല്പം മൈദ തൂക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. അങ്ങനെ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് കവർ ചെയ്ത് മാറ്റി വെക്കാം. ഒന്നുകിൽ കവർ ചെയ്തിട്ട് അല്ലെങ്കിൽ എന്തിൻ്റെയും ഉള്ളിൽ, ഞാനിത് ഓവൻ്റെ ഉള്ളിലാണ് വെക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് പൊങ്ങി വരും. അപ്പോൾ 10 മിനിറ്റിന് ശേഷം ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. കണ്ട കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് ഞാൻ 2 മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോന്നായി എടുത്തിട്ട് ഇതുപോലെ ആദ്യം മുട്ടയിലൊന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഒരെണ്ണം ഇവിടെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. മുട്ടയിൽ മുക്കുക, ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് മാറ്റി വെക്കുക. അങ്ങനെ എല്ലാം ചെയ്തെടുക്കുക. എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് 15 ബന്ന് റെഡിയാക്കേണ്ട ഇതാണ് കേട്ടോ. കിട്ടീന് 2.5 കപ്പ് മാവ് കൊണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കിയ ഓരോ ബന്നും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യം റെഡിയാക്കിയത് ആദ്യം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് കുറച്ചൊന്നിങ്ങനെ പൊങ്ങി വരും. ഒരു 5-10 മിനിറ്റെല്ലാം വെക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പൊങ്ങി വരും. ആദ്യം നമ്മൾ വെച്ചത് ആ ഒരു ടൈം ആവുമല്ലോ ബാക്കിയുള്ളത് റെഡിയാക്കുമ്പോഴത്തേക്ക്, അതാണ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് തീയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കാം. ചെറിയ തീയിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് മുകൾ ഭാഗം റെഡിയാവും, ഉള്ളു വെന്ത് കിട്ടൂല. അതുകൊണ്ട് ഒരു 3-4 പ്രാവശ്യം തിരിച്ചു മറിച്ചു വിട്ടിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറെല്ലാം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നിറച്ച് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് ചൂട് പോയതിന് ശേഷം കട്ട് ചെയ്ത് കൊടുത്താൽ മതി. കിളി വന്നിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെയാണ്, എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ വന്ന് ഇടങ്ങാറാക്കിക്കൊണ്ടിരിക്കും. ഞാൻ കിച്ചണിൻ്റെ ഡോർ അടച്ചിട്ടാണ് കുക്ക് ചെയ്യലൊക്കെ. പക്ഷേങ്കിലും മക്കൾ ആരെങ്കിലും തുറന്നിട്ട് അപ്പോഴും അവരിങ്ങോട്ട് എത്തും. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ പുറത്താക്കിയിട്ട് ഡോർ അടക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളെല്ലാം കണ്ട നല്ല സോഫ്റ്റാണ്. ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ഉള്ളു വെന്ത് കിട്ടൂല. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് 3-4 പ്രാവശ്യം തിരിച്ചു മറിച്ച് വിട്ടിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാൻ. അപ്പോൾ ഇതെല്ലാം ഫ്രൈ ആയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളെല്ലാം നല്ല സോഫ്റ്റാണ്. ഇനി ഈ കട്ട് ചെയ്തതിൻ്റെയൊക്കെ ഉള്ളിൽ നമുക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഓരോന്നായിട്ട് എടുക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ റെഡിയാക്കിയ ആ ഒരു ചില്ലി ചിക്കൻ ഫില്ലിങ് ഉണ്ടല്ലോ, അത് നിറച്ച് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ സോസെല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ സോസിൻ്റെ ഒന്നും ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ സോസ് ഒഴിച്ചിട്ട് കഴിച്ചാലും മതി. അല്ലെങ്കിൽ അടിയിൽ ഒന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം ഫില്ലിങ് ഇട്ട് കൊടുക്കുക. ഞാൻ സോസൊന്നും ചേർത്തിട്ടില്ല, അല്ലാതെ തന്നെ അടിപൊളി രുചിയാണ്. അതുകൊണ്ട് സോസിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ഇതുപോലെ എല്ലാത്തിലേക്കും ഫില്ലിങ് നിറച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാത്തിലേക്കും ഫില്ലിംഗ് എല്ലാം നിറച്ച് ഇതുപോലെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടിപൊളി രുചിയിലുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.